അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒരു തർക്കത്തിന്റെ ഒരു സ്വാഭാവിക പരിണതിയായി തുടക്കം മുതൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വാർത്തയിലൂടെയൊക്കെ. കാരണം ഇതിനു മുൻപ് പല അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. CPI ആദ്യം വലിയ കൊമ്പ് കുലുക്കി പല ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തി വരിക, ഒരു ഘട്ടം കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ണുകിട്ടുമ്പോ അതെല്ലാം പത്തിയിൽ മടക്കി അവര് നല്ല അനുസരണയുള്ള കുട്ടികളായി മാറുക, നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങളിൽ നിന്ന് സൗകര്യപൂർവ്വം പിന്മാറുക. ഇത് എത്രയോ തവണ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും CPIയുടെ തുടക്കത്തിനുള്ള പ്രതികരണം കണ്ടപ്പോ ഞങ്ങളടക്കമുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് പ്രതികരിച്ചു തന്നെയാണ്. അത് ഏത് വരെ പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം PM ശ്രീയെ കുറിച്ച് CPM-ഉം CPI-യും ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന മുഴുവൻ ആളുകളും അവരുടെ മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ഏതെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. ഇല്ല, ഞങ്ങൾ ഈ PM ശ്രീയുടെ ഭാഗമായിട്ട് NEP അടിച്ചേൽപ്പിക്കില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാണാക്കരടുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടാവില്ല എന്നുള്ള നിലയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒത്തുതീർപ്പ് എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് അങ്ങനെ പറയാം. കേന്ദ്രം ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നു, കേന്ദ്രത്തിന്റെ കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവില്ല, സിലബസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകും, മറ്റു തരത്തിലുള്ള സംഘപരിവാറിന്റെ അജണ്ടയും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ അവരിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊരു കത്തയക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ആ കത്തിന് മറുപടി കിട്ടുമോ, ആ മറുപടി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കുമോ, കേരളം ഉയർത്തിയ ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉറപ്പ് അവിടെ നിന്ന് വാങ്ങിയെടുക്കാൻ സാധിക്കുമോ, ഇതൊന്നും ഇപ്പോഴും ക്ലാരിറ്റിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതില്ലാത്ത CPI കീഴടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവർ ഉന്നയിച്ച ഇതുവരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് അവർ പിൻവാങ്ങുന്നതിന് തുല്യമാണ്. അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് അത് കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ മാറും. CPI ഇത്രയേ ഉള്ളൂ, ചെമ്മീൻ ചടിയാൽ മുട്ടോളം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഒരു പഴഞ്ചൊല്ലിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗതികേട് ആ മുന്നണിക്കകത്ത് CPIക്ക് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ പറയുന്ന പുതിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ, അടിസ്ഥാനപരമായി തന്നെ ഇതിലൊരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടല്ലോ. ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് രണ്ട് കക്ഷികൾ നിൽക്കുമ്പോൾ ആ രണ്ട് കക്ഷികൾക്കും ഒരു ഘട്ടത്തിൽ ഒരു വിഷയത്തിൽ ഒരേ നിലപാടായിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കക്ഷി മാത്രം, ആ കക്ഷി തന്നെ മുഴുവൻ അറിഞ്ഞുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ ആ കക്ഷി മാത്രം അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അവരത് മറ്റു കക്ഷിയുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഇവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കരാറുകൾ ഒപ്പിടുന്നു. അപ്പൊ അതൊരു വലിയ വിശ്വാസ തകർച്ച സ്വാഭാവികമായി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മിനിമം മറ്റു കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യാനും ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമവായത്തിലെത്താനും അവർക്ക് ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത CPM നിർവഹിക്കാത്തതിന്റെ കാരണം ഈ CPI അവർ ഇത്രയും വില കുറച്ച് കാണുന്നുള്ളൂ എന്നുള്ളതിന്റെ കൂടി ഭാഗമായിട്ടാണ്. CPI ആദ്യം കുറച്ച് വിമർശനമൊക്കെ ഉന്നയിക്കും, പിന്നീട് അവർ നമ്മുടെ പരിധിക്ക് വരും എന്നുള്ള 100% ഉറപ്പ് CPM-ന് ഉണ്ടായത് കൊണ്ടാണ് റിപ്പീറ്റഡ് ആയി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ CPIക്ക് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ CPI-യും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം.